ഹൃദയം തൊട്ട കർമ്മ പദ്ധതിക്കായി ആയിരങ്ങൾ അണിനിരന്നപ്പോൾ ആവേശത്തിരയിളക്കി മഹാനഗരവും. വേൾഡ് മലയാളി കൌൺസിലും കൈരളി ടിവിയും ചേർന്നൊരുക്കിയ സലാം മുംബൈ എന്ന മെഗാ ഷോയിൽ പങ്കെടുക്കാനെത്തിയത് പ്രശസ്തരും പ്രമുഖരുമടങ്ങുന്ന വൻ ജനാവലി. മൂന്ന് മണി മുതൽ കൊടും വെയിലിനെ വകവയ്ക്കാതെ ഗേറ്റിന് പുറത്ത് നീണ്ട ക്യൂവിൽ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജനങ്ങൾ അണിനിരന്നു. സിൽവർ സ്ക്രീനിലെയും മിനി സ്ക്രീനിലെയും താരങ്ങളുടെ കലാപരിപാടികൾ നേരിട്ട് കാണാനുള്ള ആവേശത്തിലായിരുന്നു നഗരത്തിലെ മലയാളികൾ. വസായ്, ബോർവിലി, മിറ റോഡ്, പൂനെ തുടങ്ങി ദൂരസ്ഥലങ്ങളിൽ നിന്നുവരെയാണ് ആളുകൾ ഒഴുകിയെത്തിയത്. വാഷി സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി മെഗാസ്റ്റാർ മമ്മൂട്ടി മുംബൈയിൽ എത്തിയിരുന്നെങ്കിലും പെട്ടെന്ന് അനുഭവപ്പെട്ട ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു. മമ്മൂട്ടിയുടെ അഭാവം ആരാധകരെ നിരാശപ്പെടുത്തിയെങ്കിലും ബോളിവുഡ്, മലയാള സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തരെ കൊണ്ട് സമ്പന്നമായിരുന്നു സലാം മുംബൈ. പ്രിയ കവി ONV കുറുപ്പിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. നമ്മളെ പല വൈകാരിക മുഹൂർത്തത്തിലൂടെയും കടത്തിക്കൊണ്ടുപോയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കവിയുടെ ദേഹവിയോഗത്തിന്റെ ഒരു ദിവസമാണ്. അത് സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ നിലനിൽക്കും. അതിന്റെ ഒരു കൈരളി ടിവി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, വേൾഡ് മലയാളി കൌൺസിൽ മുംബൈ പ്രൊവിൻസ് ചെയർമാൻ KK നമ്പ്യാർ, പ്രോഗ്രാം കൺവീനർ MK നവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ബോളിവുഡ് താരം വിദ്യാബാലൻ, M ജയചന്ദ്രൻ, നദിയ മൊയ്തു, കൃഷ്ണമാചാരി ബോസ്, റിയാസ് കോമു, പാർവതി ഓമനക്കുട്ടൻ, സുധീർ നായർ തുടങ്ങി ഒട്ടേറെ പ്രശസ്തർ പങ്കെടുത്തു. സലാം മുംബൈ പ്രോഗ്രാം ഇൻ എയ്ഡ് ഓഫ് സേവ് സോൾസ്, സേവ് ഹ്യൂമാനിറ്റി. I welcome all sponsors. PK ശ്രീമതി MP വിശിഷ്ടാതിഥിയായിരുന്നു. വേൾഡ് മലയാളി കൌൺസിലിന്റെ ബോംബെ ചാപ്റ്ററിന്റെ ഉദ്ഘാടന വേളയിൽ ഞാനുണ്ടായിരുന്നു. അന്തരിച്ചുപോയ ക്യാപ്റ്റൻ കൃഷ്ണൻ നായരെ അന്ന് ഉദ്ഘാടനം ചെയ്ത ഈ വേൾഡ് മലയാളി കൌൺസിലിന്റെ ബോംബെ ചാപ്റ്റർ 200ഓളം പാവപ്പെട്ടവരുടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് പുതിയ ജീവൻ. M ജയചന്ദ്രൻ നയിച്ച സംഗീത പരിപാടിയിൽ റിമി ടോമി, വിജയ് യേശുദാസ്, വൈക്കം വിജയലക്ഷ്മി, ശ്രേയ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഹാനഗരത്തിൽ ഒരു സംഗീത പരിപാടിയുമായി എത്തിച്ചേരാൻ കഴിഞ്ഞ ത്രില്ലിലായിരുന്നു വിജയ് യേശുദാസ്. ബോംബെയിൽ ഞാൻ ഒരു മലയാളം ഷോ കുറേ നാളായി ചെയ്തിട്ട്. സോ ഇപ്പോൾ ഒരു നല്ല സമയമാണ്. സോ ഗുഡ് ടു ബി ഹിയർ, എസ്പെഷ്യലി കൈരളിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ മലയാളികൾക്ക് വേണ്ടി. മുംബൈ നഗരത്തോട് തനിക്കൊരു ആത്മബന്ധമുണ്ടെന്നും പല പാട്ടുകളുടെയും റെക്കോർഡിംഗ് നടന്നിട്ടുള്ളത് ഈ നഗരത്തിലാണെന്നും M ജയചന്ദ്രൻ പറഞ്ഞു. മുംബൈ എനിക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. മുംബൈയുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മുംബൈയിലാണ് ഒരുപാട് പാട്ടുകളുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ശ്രേയ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ശങ്കർ മഹാദേവൻ ജി ആയിട്ടുള്ളത്, ഹരിഹരൻ സാറുമായിട്ടുള്ളത്. ഇതെല്ലാം ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് മൊയ്തീനു വേണ്ടിയിട്ട് കാത്തിരുന്നു എന്നുള്ള പാട്ടും മുംബൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ മുംബൈ എൻ്റെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരിടമാണ്. M ജയചന്ദ്രൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ വൈക്കം വിജയലക്ഷ്മിയും
തന്റെ സ്വതസിദ്ധമായ ആലാപന മികവുകൊണ്ട് സാന്നിധ്യമറിയിച്ചു. അമർ അക്ബർ അന്തോണിയിലെ തന്റെ ഹിറ്റ് ഗാനം ആലപിച്ച് ശ്രേയയും പ്രേക്ഷകരെ കയ്യിലെടുത്തു. ഞാൻ മുംബൈയിൽ ഫസ്റ്റ് ടൈമാണ് എംജെയുടെ കൂടെ സലാം മുംബൈയിൽ വരാൻ പറ്റിയത്. പിന്നെ കൈരളി ടിവിയുടെ കൂടെ എനിക്ക് ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പാഷാണം ഷാജിയും സംഘം അവതരിപ്പിച്ച ഹാസ്യ പരിപാടിയും ഉണ്ടായിരുന്നു. സലാം മുംബൈയിലെ തന്റെ അനുഭവം ഷാജി ഇങ്ങനെ പങ്കുവച്ചു. മുംബൈയിൽ അത് അനുഭവത്തിനേക്കാൾ ഉപരി എനിക്ക് കൈരളി ചാനൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം റിമി ടോമി, അതുപോലെ തന്നെ വിജയശ്വാസ്, അല്ല ഇത്ര വലിയൊരു ടീമിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഇവിടെ മുംബൈയിൽ നിന്നല്ല, ഇപ്പോൾ ഞാൻ അമേരിക്ക പോയിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയ പോയിട്ടുണ്ടെങ്കിലും ദുബായ് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ നിറഞ്ഞൊരു ഷോയിൽ വന്നത് കൈരളി ഷോയ്ക്കാണ് വന്നത്. ട്രാവൽ രംഗത്തെ പ്രമുഖരായ അക്ബർ ട്രാവൽസ് ആണ് സലാം മുംബൈയുടെ മുഖ്യ പ്രായോജകർ. പോയ വർഷം 40,000 പേരെ അവയവദാന പ്രഖ്യാപന പദ്ധതിയുടെ ഭാഗമാക്കി സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ച ഗുഡ്വിൻ ഗ്രൂപ്പിന്റെ സേവനം പ്രത്യേകം പരാമർശിക്കപ്പെട്ടു. അവരുടെ ബിസിനസ് വളർച്ചയുടെ കൂടെ തന്നെ അവർ ചെയ്യുന്ന ചാരിറ്റി വർക്ക് ചടങ്ങിൽ സലാം മുംബൈയുടെ സ്പോൺസർമാരെയും ആദരിച്ചു. രഞ്ജിനി ഹരിദാസ് പരിപാടികൾ നിയന്ത്രിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ സെക്രട്ടറി പോൾ പറപ്പള്ളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാസ്റ്റ് ഏവർക്കും സ്വാഗതം. കാവ്യസൂര്യന് മഹാനഗരത്തിന്റെ പ്രണാമം. മലയാളത്തിന്റെ പ്രിയകവി ONVയ്ക്കും മുംബൈ നഗരം എന്നും പ്രിയപ്പെട്ടതായിരുന്നു. നഗരത്തിലെ നിരവധി സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്ത കവിയാണ് ONV. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചപ്പോഴും ആദ്യ സ്വീകരണം നൽകിയത് മുംബൈ നഗരമാണ്. മഹാകവിക്ക് മുംബൈ നഗരത്തിന്റെ ആദരാഞ്ജലി. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ ONV ആയിട്ട് എനിക്ക് കഴിഞ്ഞ 55 കൊല്ലമായിട്ടുള്ള നിരന്തര ബന്ധമായിരുന്നു. ഇത്രയും സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ അപൂർവമായിട്ട് കണ്ടുള്ളൂ. ധന്യമായ ഒരു ജീവിതമായിരുന്നു ONVയുടെ. ഇടതുപക്ഷ ചിന്താഗതി കേരളത്തിൽ വേരോടാനുള്ള പ്രധാന കാരണമായ നാടകഗാനങ്ങളാണ്. ആ നാടകഗാനങ്ങൾ മുഴുവൻ ONVയുടെ. അത് നമുക്ക് മറക്കാൻ കഴിയും. ഏറ്റവും അടുത്ത ഒരാൾ വേർപെട്ടു പോയ നൊമ്പരമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കെല്ലാം. ONV കുറിപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കവി മാത്രമല്ല, എൻ്റെ ആത്മബന്ധമുള്ള ഒരു സുഹൃത്തു കൂടിയായി. വിദ്യാഭ്യാസ രംഗത്തെ വെറും കച്ചവടച്ചരക്കായി കാണുകയാണ് കേരളമെന്നും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കലഹിച്ച് സാംസ്കാരിക ബോധം കളഞ്ഞുകുളിച്ച ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നും ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ഡോംബിവിലി കേരളീയ സമാജത്തിന്റെ കീഴിലുള്ള മോഡൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായി സംസാരിക്കുകയായിരുന്നു തിരുവനന്തപുരം MG കോളേജിലെ മലയാളം വിഭാഗം അധ്യക്ഷൻ. ഡോംബിവിലി KDMC സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ വിശിഷ്ടാതിഥികളായ KDMC മേയർ രാജേന്ദ്ര ദേവ്ഗർ, MLA രവീന്ദ്ര ചവാൻ കൂടാതെ സമാജം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മറുനാട്ടിലെ മലയാളികൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും എന്നാൽ കേരളത്തിലെ സ്ഥിതി മറിച്ചാണെന്നും ജ്യോതിഷ് കുമാർ പറഞ്ഞു. അർത്ഥശൂന്യതയ്ക്ക് ഇട നൽകാത്ത ഒരു വിദ്യാദാന സമ്പ്രദായമാണ് ഡോംബിവിലി കേരളീയ സമാജം നടത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കലഹിച്ച സാംസ്കാരിക ബോധം കളഞ്ഞുകുളിച്ച ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഓരോ പാർട്ടിയും അവർ വളരാൻ വേണ്ടി ഏതെങ്കിലും മതസംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക ബോധം നശിച്ചുപോയ ഒരു സംസ്കാരം ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിൽ. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഓടി നടക്കുന്ന ഒരു ജനസമൂഹമായി നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ മാറിപ്പോയിരിക്കുന്നു. ഇന്നത്തെ തലമുറ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ എന്നിവ അനായാസം കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കരാണെന്നും എന്നാൽ സഹജീവികളെ സ്നേഹിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും പഠിച്ചിട്ടില്ലെന്നും ജ്യോതിഷ് പറഞ്ഞു. അന്യരെ സ്നേഹിക്കുന്നതിന്, അന്യന്റെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നതിന് അവർ പഠിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നാം അവരെ പഠിപ്പിക്കുന്നത്? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ധാർമ്മിക മൂല്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ടുള്ള ലക്ഷ്യമെന്നും അതില്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് അർത്ഥമില്ലെന്നും MG കോളേജ് മലയാളം വിഭാഗം അധ്യക്ഷൻ പറഞ്ഞു. വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ധാർമ്മിക മൂല്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാനുള്ളതാണ്. അതെവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ വിദ്യാഭ്യാസം അർത്ഥശൂന്യമായി. മലയാളത്തിനെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ മലയാള ഭാഷയെ നികൃഷ്ടമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2013 നവംബറിൽ മലയാളം ശ്രേഷ്ഠ ഭാഷയായി മാറി. പക്ഷെ ഇപ്പോഴും മലയാളത്തിന്റെ അവസ്ഥ നികൃഷ്ടമാണ്. കാരണം മലയാളം ശ്രേഷ്ഠമാവണമെങ്കിൽ മലയാളിയുടെ മനോഭാവം മാറണം. പഴയകാല സമാജം പ്രവർത്തകരെയും സമാജം കമ്മിറ്റി അംഗങ്ങളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മതാതീതമാകണമെന്ന് മന്ത്രി അടൂർ പ്രകാശ് നെരൂളിലെ ഗുരുദേവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുജനധർമ്മ ലക്ഷ്യമാക്കി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജാതിമത ചിന്തകൾക്ക് അതീതവും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്തതുമായിരിക്കണമെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച ആ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്ത് അതിനേറെ പ്രസക്തി കൊടുത്തുകൊണ്ട് അതുകൊണ്ടാണല്ലോ കുമാരൻ നായർ ഗുരുദേവ ദർശനങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് വർക്കല കഹാർ MLA പറഞ്ഞു. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ദർശനത്തിന്റെ വിധാതാക്കളാകാൻ, ശ്രീനാരായണ സന്ദേശം എല്ലാ മനസ്സുകളിലും എത്തിക്കാൻ ഗുരുദേവന്റെ ദൈവദശകം ലോകജനതയെ ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കതീതമായി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന മഹാമന്ത്രമാണെന്ന് സ്വാമി ഗുരുപ്രസാദ് അഭിപ്രായപ്പെട്ടു. ഇത്രയും നല്ല നിലയിൽ ഗുരുദേവ ദർശനത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ടാറ്റാ സൺസ് മുൻ ഡയറക്ടർ RK കൃഷ്ണകുമാർ, സമിതി ഭാരവാഹികളായ N ശശിധരൻ, MI ദാമോദരൻ, NS സലീംകുമാർ, ശശി ദാമോദരൻ എന്നിവർ പ്രസംഗിച്ചു. നെരൂൾ ശിവാജി ചൌക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മേയർ സുധാകരൻ സോണാവനെ ഉദ്ഘാടനം ചെയ്തു. മുംബൈയിലെയും നവി മുംബൈയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കൂടാതെ കേരളം, നാസിക്, പൂനെ, അഹമ്മദാബാദ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകൾ ഗുരുദേവഗിരിയിൽ നടന്ന തീർത്ഥാടനോത്സവത്തിൽ പങ്കെടുക്കാനെത്തി. സമിതിയുടെ 28 യൂണിറ്റുകളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങൾ പമ്പമേളം, കാവടിയാട്ടം, നാദസ്വരം, ശിങ്കാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെ പീതവർണ്ണക്കുട ചൂടി 7000-ലധികം പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഡോംബിവിലി നാദോപാസന മ്യൂസിക് ഡയസിന്റെ സദ്ഗുരു ത്യാഗരാജ സംഗീതോത്സവത്തിന് പരിസമാപ്തി. നാദപരമ്പര എന്ന പേരിൽ 3 ദിവസം നീണ്ടുനിന്ന സംഗീതോത്സവം അവിസ്മരണീയമായി. പാലക്കാട് ഡോക്ടർ രാമപ്രസാദിന്റെ സംഗീത കച്ചേരിയോടെയായിരുന്നു തുടക്കം. ശുദ്ധ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കായി നാദോപാസന ഒരുക്കാറുള്ള സംഗീത പരിപാടികൾ പ്രശംസനീയമാണ്. കഴിഞ്ഞ 13 വർഷമായി സംഗീത രംഗത്തെ നിരവധി പ്രഗത്ഭർക്ക് വേദിയൊരുക്കിയിട്ടുള്ള നാദോപാസനയുടെ ചാലകശക്തി നിസ്വാർത്ഥരായ ഒരുപറ്റം സംഗീത പ്രേമികളാണ്. കൂട്ടായ്മയത് അത് മെമ്പേഴ്സ് എന്നുള്ളതല്ല, ഞങ്ങളെന്താ എന്തുകൊണ്ട് ഞങ്ങൾ തുറന്നു പറയുന്നതാണ്. ഞങ്ങൾ 5-6 ആളുണ്ടെങ്കിലും എന്തുകൊണ്ട് ഞങ്ങൾ തുറന്നു പറയാത്. സംഗീതത്തെ അറിയുന്ന കുറച്ചു ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച നാദോപാസന വളർന്നുവരുന്ന പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് അറിവ് പകരാനും കൂടി വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് മടവി കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ ഓമനക്കുട്ടൻ പറഞ്ഞു. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ബോംബെയിലും പരിസരങ്ങളിലുമുള്ള വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നാദോപാസന മ്യൂസിക് ഡയാസ് എന്ന് പേരിട്ടത്. ഇത് 13ാമത്തെ വർഷം. ഞങ്ങൾ വളരെ ത്യാഗരാജ സംഗീതോത്സവത്തിന്റെ സമാപന ദിവസം നൂറാണി സുരേഷും സംഘവും നാമസങ്കീർത്തനം അവതരിപ്പിച്ചു. മുംബൈയിലെ പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്താലാപനം ശ്രദ്ധേയമായി. മറുനാട്ടിൽ ശാസ്ത്രീയ സംഗീതം ഒരു തപസ്യയാണെന്നും മറുനാട്ടിലേക്ക് ജോലി തേടി വരുമ്പോൾ അവരുടെ സംസ്കാരത്തെയും കൂടെ കൊണ്ടുവരുന്നുണ്ടെന്നും
ഡോക്ടർ ഓമനക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ പൊതുവെയും കാണുന്നത് പോലെയല്ല മറുനാട്ടിൽ ക്ലാസിക്കൽ സംഗീതത്തിനെ കാണുന്നത്. പഴയ ആളുകൾ ഇവിടെ വന്ന കാലത്ത് അവരുടെ സംസ്കാരവും കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് സംശയം തോന്നാറുണ്ട്. ഇവിടെ വളരെ നല്ല ആസ്വാദനമാണ് ക്ലാസിക്കൽ മ്യൂസിക്കിന്. അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതവും കലയും സ്വന്തം മനോധർമ്മം അനുസരിച്ച് അവതരിപ്പിക്കുന്ന പ്രവണത ഈ കലകളെ കൊല്ലുന്നതിന് സമമാണെന്നും മത്സരത്തിന് വേണ്ടിയാകരുത് പഠനമെന്നും ഡോക്ടർ ഓമനക്കുട്ടി അഭിപ്രായപ്പെട്ടു. ശാസ്ത്രീയ സംഗീതം മറ്റ് ശാസ്ത്രീയ കലകൾ എന്ന് പറഞ്ഞാൽ അഗാധമായി പഠിക്കേണ്ട ഒന്നാണ്. അത് ഇപ്പോഴത്തെ കോമ്പറ്റീഷന് 10 മിനിറ്റിൽ ഒതുക്കി കാണാതെ പഠിച്ച് മനോധർമ്മം വരെ കാണാതെ പഠിച്ച് പാടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. അത് കർണാടക സംഗീതത്തെയും ശാസ്ത്രീയ കലകളെയും കൊല്ലുന്നതിന് തുല്യമാണ്. വിഷ്ണുദാസിന്റെ വയലിൻ കച്ചേരിയും തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടന്നു. ഡോക്ടർ ഓമനക്കുട്ടി, കലാശ്രീ അവാർഡ് ജേതാവ് ഉദ്യോഗമണ്ഡൽ വിക്രംപിള്ള എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇതിൻ്റെ തുടക്കം മുതൽ എനിക്കറിയാം. ഓരോ വർഷവും അവർ ഉയർന്നുയർന്നാണ് അവരുടെ അവതരണങ്ങൾ. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ശാസ്ത്രീയ സംഗീതം പഠിക്കുവാൻ താല്പര്യമുണ്ടെന്നും കലയിൽ പ്രാവീണ്യമുള്ള കുട്ടികൾ തങ്ങളുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നുണ്ടെന്നും സംഗീത അധ്യാപകർ പറഞ്ഞു. ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, വളരെ നല്ല ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ക്ലാസിക്കൽ കേൾക്കണം. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും ക്ലാസിക്കൽ കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ശാസ്ത്രീയ സംഗീതത്തിൽ പ്രാവീണ്യം നേടിയ പുതിയ തലമുറയിലെ മറുനാടൻ മലയാളി കുട്ടികൾക്ക് പറയാനുണ്ടായിരുന്നത് നാദോപാസനയിൽ നിന്നും അവർക്ക് കിട്ടിയ അഗാധമായ ശാസ്ത്രീയ സംഗീതത്തിന്റെ അറിവുകളെ കുറിച്ച് മാത്രം. മോസ്റ്റ്ലി കർണാട്ടിക് മ്യൂസിക്കിനോടാണ് എനിക്ക് താല്പര്യം. പുതിയ പാട്ടുകളെ ഇഷ്ടമാണെങ്കിൽ കൂടി പഴയ പാട്ടുകളോടാണ് ഇവർക്കും താല്പര്യം. പക്ഷെ നല്ല പാട്ടുകൾ വരുന്നുണ്ട്. പഴയ പാട്ടുകൾ നല്ലതായിരുന്നു, പുതിയ പാട്ടുകളും ചിലത് നല്ലതുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുംബൈ വ്യവസായിയെ ജെറൂസലം സർവകലാശാല ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. എലിക്സർ കരുണാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ജോൺ മാത്യുവാണ് ജെറൂസലം സർവകലാശാലയുടെ ഡോക്ടറേറ്റ് പദവിക്ക് അർഹനായത്. ക്രിസ്ത്യൻ വാല്യൂസ് ഇൻ ബിസിനസ് ആൻഡ് ചാരിറ്റി എന്ന വിഷയത്തിൽ ജോൺ മാത്യു പ്രബന്ധം സമർപ്പിച്ചിരുന്നു. ചെന്നൈയിൽ വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ചായിരുന്നു മുംബൈയിലെ അറിയപ്പെടുന്ന വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ റോയ് ജോൺ മാത്യു ജെറൂസലം സർവകലാശാലയുടെ ഡോക്ടറേറ്റ് പദവി സ്വീകരിച്ചത്. കൂടുതൽ വിനീതമായിട്ട് മുന്നോട്ടും നല്ല ബിസിനസ്സും മാതൃപരമായ ബിസിനസ്സും ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുവാനായിട്ട് കൂടുതൽ ഞാൻ വിനയമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുക. സമൂഹത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തമായാണ് താൻ ഈ പദവിയെ കാണുന്നതെന്ന് ഡോക്ടർ ജോൺ മാത്യു പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. ലോ കല്യാൺ മലയാളി അസോസിയേഷന്റെ 11ാമത് വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. പാശ്ചാത്യ സംസ്കാരങ്ങളുടെ പുറകെ പായുന്ന പുതിയ തലമുറയ്ക്ക് ജന്മനാടിന്റെ സംസ്കാരം പകർന്നാടാനുള്ള വേദി കൂടിയായിരുന്നു 2 ദിവസങ്ങളിലായി അരങ്ങേറിയ വിവിധ കലാപരിപാടികൾ. സമാപന ദിവസം അവതരിപ്പിച്ച ഗാനമേള പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ഈയിടെ അന്തരിച്ച സംഘാടകനായ സുഗുണന് അസോസിയേഷൻ ആദരാഞ്ജലി അർപ്പിച്ചു. ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളിയായി അറിയപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്ന് പ്രശസ്ത ബോളിവുഡ് താരം വിദ്യാ ബാലൻ. കൈരളി TV ഏർപ്പെടുത്തിയ പ്രൈഡ് ഓഫ് കേരള പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു വിദ്യ. നവി മുംബൈയിൽ വേൾഡ് മലയാളി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സലാം മുംബൈയുടെ വേദിയിലാണ് ബോളിവുഡ് സൂപ്പർ താരം വിദ്യാ ബാലനെ ആദരിച്ചത്. 10,000 പങ്കെടുത്ത കലാമാമാങ്ക വേദിയിൽ മുംബൈയിലെ ഇതര മലയാളി പ്രതിഭകൾക്കൊപ്പം വിദ്യാ ബാലന് പ്രൈഡ് ഓഫ് കേരള അവാർഡ് നൽകി കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആദരിച്ചു. പ്രശസ്ത എഴുത്തുകാരി കമലാദാസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധായകൻ കമൽ ഒരുക്കുന്ന മലയാള സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാ ബാലൻ. I just want to share a small piece of information that I am going to be doing a biopic, a film on the life of the author Kamala Das with director Kamal sir. So I am returning to Malayalam cinema. PK ശ്രീമതി MP വിശിഷ്ടാതിഥിയായിരുന്നു. വേൾഡ് മലയാളി കൗൺസിലിന്റെ ബോംബെ ചാപ്റ്റർ 200ഓളം പാവപ്പെട്ടവരുടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ട് സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് പുതിയ ജീവൻ നൽകാൻ ശ്രമിച്ച നമ്മുടെ വേൾഡ് മലയാളികളുടെ സ്വന്തം ഗേളിയും കൈരളി TVയുടെ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളവും മുംബൈയും തനിക്ക് എന്നും പ്രിയപ്പെട്ടതാണെന്നും 2 സംസ്കാരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നെന്നും പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് തെന്നിന്ത്യൻ താരം നദിയ മൊയ്ത് പറഞ്ഞു. ഞങ്ങളുടെ റൂട്ട്സ് കേരളയിലാണെങ്കിലും മണ്ണ് ബോംബെയാണ്. എൻ്റെ ജന്മസ്ഥാനം ബോംബെയാണ്. ആൻഡ് ഐ എം വെരി വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ടു ഹാവ്
been introduced to both the cultures. ONVയെ പോലുള്ള മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയ മലയാള നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് പുണ്യമായി കരുതുന്ന അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പാർവതി ഓമനക്കുട്ടൻ പറഞ്ഞു. I really felt that I have really achieved something that day, and ONV സാറിനെ പോലത്തെയുള്ള മഹത് വ്യക്തികളെ സമ്മാനിച്ച് കേരള നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ അധികം സന്തോഷമുണ്ട്. ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് ഫാക്ട്. സംഗീതയാത്രയിൽ 20 സംവത്സരങ്ങൾ പൂർത്തിയാക്കിയ M ജയചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു. ഇപ്പം ഞാൻ 20 വർഷം സംഗീത മേഖലയിൽ തികഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമാണ്. ഒരു സെലിബ്രേഷനാണ്, അതും കൈരളി TVക്ക് വേണ്ടിയിട്ട്. കൂടാതെ ലോകപ്രശസ്ത ചിത്രകാരൻ കൃഷ്ണമാചാരി ബോസ്, റിയാസ് കോമു, ബിജോയ് നമ്പ്യാർ, രാജകൃഷ്ണൻ മേനോൻ എന്നിവരും കൈരളി TVയുടെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തുടർന്ന് നടന്ന കലാപരിപാടികളിൽ റിമി ടോമി, വിജയ് യേശുദാസ്, വൈക്കം വിജയലക്ഷ്മി, ശ്രേയ ജയദേവ തുടങ്ങിയവരുടെ ഗാനമേളയും നടി നവ്യ നായർ, രമ്യ നമ്പീശൻ എന്നിവരുടെ നൃത്യങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക്